2025 ജൂലൈ മാസത്തിൽ +2 ജയിക്കുവാനുള്ള 2 അവസരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. NIOSൻ്റെ ഓഫ്ലൈൻ പരീക്ഷയും ബോസെയുടെ ഓൺലൈൻ പരീക്ഷയും, ഈ 2 പരീക്ഷകളും നിങ്ങൾക്ക് 2025 ജൂലൈ മാസത്തിൽ എഴുതി ഈ വർഷം തന്നെ ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റ് തുടർ പഠനങ്ങൾക്കോ നിങ്ങൾക്ക് പോകുവാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് NIOSൻ്റെ ഓഫ്ലൈൻ പരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാം. കേരളത്തിൽ ജൂലൈ മാസത്തിൽ പരീക്ഷ നടക്കുന്നത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ മാത്രമാണ്. നിങ്ങൾ തോറ്റിട്ടുള്ളത് 5 കൊല്ലത്തിനുള്ളിലാണെങ്കിൽ, +2 തോറ്റിട്ടുള്ളത് 5 കൊല്ലത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾ 3 പരീക്ഷകൾ മാത്രമാണ് എഴുതേണ്ടത്. നിങ്ങൾ പാസ്സായിട്ടുള്ള 2 വിഷയങ്ങളുടെ മാർക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് മുഖേന ആഡ് ചെയ്യാവുന്നതാണ്. ഇനി തോറ്റത് 5 കൊല്ലത്തിന് മുകളിലാണെങ്കിൽ, 10 കൊല്ലം ഒക്കെ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനായി സാധിക്കും. പക്ഷേ +1 +2 കൂടി ആകെ 5 പരീക്ഷകളാണ് നിങ്ങൾ എഴുതേണ്ടി വരിക. കേരള സ്റ്റേറ്റ് ബോർഡ്, CBSE, ICSE ബോർഡുകളിൽ തോറ്റ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ രീതിയിൽ അവസരം ഉണ്ട്. അതേസമയം NIOSൽ രജിസ്റ്റർ ചെയ്ത് 10 കൊല്ലത്തിനുള്ളിലെത്തിയ ആളുകൾക്ക് പോലും ഈ രീതിയിൽ പരീക്ഷകൾ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് മുഖേന എഴുതുവാനുള്ള അവസരവും ഈ ജൂലൈ മാസത്തിൽ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ബോസെ, ഗവൺമെൻറ് ഓഫ് സിക്കിമിൻ്റെ ബോസെയുടെ ഓൺലൈൻ പരീക്ഷ. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാനായി സാധിക്കും. തോറ്റ വിഷയം മാത്രം എഴുതി പരീക്ഷ എഴുതാനായി പറ്റും. നിങ്ങൾ തോറ്റിട്ടുള്ളത് ഒരു വിഷയമാണെങ്കിൽ +1 +2 കൂടി ആകെ ഒറ്റ പരീക്ഷ എഴുതി നിങ്ങൾക്ക് പാസ്സാകാനായി സാധിക്കുന്ന ഓൺലൈൻ മെത്തേഡാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. ഈ വർഷം തന്നെ ജൂലൈ മാസം പരീക്ഷ കഴിഞ്ഞ് ഈ വർഷം തന്നെ നിങ്ങൾക്ക് തുടർ പഠനം അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുവാനായിട്ട് സാധിക്കുന്ന ഈ 2 മെത്തേഡുകളിൽ ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് തന്നെ +2 ജയിക്കുവാനുള്ള ഒരു മാർഗമായി ഇത് സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു.